വാട്ട് ടു ഡു ഇഫ് സമ്മൺ ഈസ് റിപ്പീറ്റഡ്ലി ക്രോസിങ് യുവർ ബൗണ്ടറി? ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ റൂഡ് ആവുകയാണോ, മറ്റുള്ള ആളുടെ ഒരു ഫീലിങ്സിനെ ഞാൻ ഹേർട്ട് ചെയ്യുകയാണോ എന്നിങ്ങനെ കുറേ സംശയങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ബൗണ്ടറീസ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ സംശയങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഓർക്കുക, ഏത് തരത്തിലൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അതിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളുടെ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ലിമിറ്റിനെ നമുക്ക് ബൗണ്ടറി എന്ന് വിളിക്കാം. ബൗണ്ടറീസ് ആർ നോട്ട് അബൌട്ട് എക്സ്ക്ലൂഷൻസ് ഓർ റിജക്ഷൻസ്, ഇറ്റ്സ് അബൌട്ട് സെൽഫ് റെസ്പെക്ട് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്. ഇനി നിങ്ങളുടെ ബൗണ്ടറീസ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മെൻ്റൽ വെൽബീയിങ്ങിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തൊരു ബൗണ്ടറി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും വീണ്ടും വീണ്ടും ഈ ആൾക്കാർ ക്രോസ് ചെയ്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളെ നിരന്തരമായിട്ട് രാത്രി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അത് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ നമുക്ക് പറഞ്ഞു നോക്കാം, റിപ്പീറ്റഡ്ലി നമ്മൾ 2 തവണയോ 3 തവണയോ മാക്സിമം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും അവർ വീണ്ടും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വീണ്ടും വീണ്ടും ഇതെൻ്റെ ബൗണ്ടറി ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ആക്ഷനാണ് നമ്മളവിടെ ശരിക്കും എടുക്കേണ്ടത്. ഒരു കാര്യം കൂടെ, വീണ്ടും വീണ്ടും ഈ കോൾസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാത്തതാണോ ശരിക്കും തെറ്റ്, ഇനി ഞാൻ ക്രൂവൽ ആകുന്നതാണോ എന്നിങ്ങനെയുള്ള ആശങ്കകളൊന്നും വേണ്ട. നമ്മൾ നമ്മുടെ ബൗണ്ടറി കൃത്യമായിട്ട് പറഞ്ഞതാണ്. ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ബൈ.